നമസ്കാരം പ്രിയപ്പെട്ടവരെ, വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ ആരും കാണാതെ പോരുത്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മുടെ തലസ്ഥാന നഗരമായിട്ടുള്ള തിരുവനന്തപുരത്ത് സംഘപരിവാറിൻ്റെ സംഘിണി ചേച്ചിമാരുടെ വീരപ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്തിനു വേണ്ടിയാണെന്നുള്ളത് നിങ്ങൾക്ക് വല്ല അറിയാമോ? ഈ സമൂഹ വിരുദ്ധനായിട്ടുള്ള സംഘപരിവാറിൻ്റെ 2-3 വേട്ടാവളിയന്മാർ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ വേണ്ടി ചെന്നിരുന്നു. പോലീസുകാർ കണക്കിനെടുത്തിട്ട് അങ്ങ് പെരുമാറി അങ്ങ് വിട്ടു. ഇവന്മാർ ഈ പ്രദേശത്തെ ശല്യക്കാരാണെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇവനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയുണ്ടല്ലോ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ജി ഉണ്ടല്ലോ, ലവന്റെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് നാട്ടുകാരുടെ എതിർപ്പ് കണ്ടപ്പോഴത്തേക്ക് ലവൻ കണ്ടം വഴി ഓടിയെന്നാണ് കേൾക്കുന്നത്. അതിലൊരു വീഡിയോ വന്നിട്ട് പശ്ചിമ ബംഗാളിലെ BJPയുടെ ഒരു സ്ഥാനാർത്ഥിയെ അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ എടുത്തിട്ട് പഞ്ഞിക്കിടുന്നു. അപ്പം ഇങ്ങനത്തെ ചില കാഴ്ചകളൊക്കെ കാണുമ്പോഴത്തേക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നാറുണ്ട്. നിയമപാലകരെ ആക്രമിക്കാൻ വടിവാളുമായിട്ട് വീട്ടിൽ കയറി ചെല്ലുന്ന ഗുണ്ടകളെ സംരക്ഷിക്കലാണ് BJPയുടെ ഇപ്പോഴത്തെ പണി. കേരളത്തിലെ പൊതുസമൂഹം നോക്കിയും കണ്ടും പോയില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു വാർത്തയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ണൂർ ജില്ലയിലെ BJP വനിതാ നേതാവിനെ സ്വന്തം മകൻ ലഹരി ഉപയോഗിച്ചുകൊണ്ട് കഴുത്തറുത്ത് കൊന്നിട്ടുള്ളൊരു വാർത്ത. നിങ്ങൾ ഈ ഒരു വാർത്ത എവിടെയെങ്കിലും കണ്ടോ? ഏതോ 1-2 ഓൺലൈൻ മാധ്യമങ്ങളിലും ചില ന്യൂസ് ചാനലുകളുമാണ് ആ ഒരു വാർത്ത പ്രചരിപ്പിച്ചത്. പക്ഷേ നമ്മുടെ ചലം ചാനലും കർമ്മ കക്കൂസും ഒന്നും ഇത് കണ്ടിട്ടില്ല. കാരണം ഈ കൊന്നതും മരിച്ചതും വേറെ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നുണ്ടെങ്കിൽ യവന്മാർ ചാനലിനകത്ത് വന്നിട്ട് അങ്ങ് തൂറി മെഴുകിയന. ഇത് പറയുമ്പോഴത്തേക്ക് പച്ച വർഗീയതയാണ് പറയുന്നത്, ഞാൻ സുഡാപ്പിയാണെന്നൊക്കെ കുരയ്ക്കുന്ന ചില മരപ്പട്ടി വാണങ്ങളുണ്ട്. അവന്മാരുടെ ചില കമൻറ്റുകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഇതിൻ്റെ താഴെ ഒന്ന് മെൻഷൻ ചെയ്യാണ്. ലോകം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ക്രൂരന്മാരായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെയും നമ്മുടെ നെതന്യാഹു അണ്ണനെയൊക്കെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുരുപൊട്ടി ഒലിക്കുന്നത് നമ്മുടെ കേരളത്തിലെ സംഘികൾക്കും കാസകൾക്കുമാണ്. നമ്മുടെ രാജ്യത്തെ അപമാനിച്ച വേട്ടാവളിയനാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ആ വൃത്തികെട്ടൻ. അവൻ ഒരു നാടകം ക്രിയേറ്റ് ചെയ്തിരുന്നു. അതായത് ഇപ്പം പോപ്പിനെയൊക്കെ തള്ളി പറഞ്ഞപ്പോഴത്തേക്ക് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് തന്നെ വലിയൊരു എതിർപ്പ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ വലിയ പോലീസ് എന്നൊക്കെ പറയുന്ന ഈ വേട്ടാവളിയൻ ഇവനെ വധിക്കാൻ വേണ്ടി ആരോ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് വെടിവെച്ചതായിട്ടുള്ളൊരു വീഡിയോ. സത്യത്തിൽ ഇത്രയും ടൈറ്റ് സെക്യൂരിറ്റിയൊക്കെ ഉള്ള ഒരാളെ അങ്ങനെ വധിക്കാനായിട്ട് അവൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ആൺകുട്ടി എന്ന് പറയാം അല്ലേ? അത് നമുക്കേ ഈ വീഡിയോ ഒന്ന് കാണണ്ടേ. വട്ടിയൂർക്കാവിലെ അവിടുത്തെ സ്ത്രീ സമൂഹം ഒന്നടങ്കം നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ജിയെയും നമ്മുടെ ടോർച്ച് സുരേനെയൊക്കെ കണ്ടം വഴി പായിക്കുന്ന ഒരു അടിപൊളി വീഡിയോ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം പശ്ചിമ ബംഗാളിൽ ലവന ആ സംഘിനെ എടുത്തിട്ട് കടവിറങ്ങുന്ന ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ കേരളത്തിലെ സംഘി മാമന്മാർ തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ട വീഡിയോയും കൂടെ കാണാം. യവന്മാരുടെ പോക്ക് ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ അധികം താമസിക്കാതെ കേരളത്തിലെ ജനങ്ങൾ പൊറുതി മുട്ടിയിട്ട് സംഘികളെ നടത്തിട്ട് അടിക്കുന്ന ഒരവസ്ഥ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകും കേട്ടോ. എന്തായാലും നമുക്ക് ആ വീഡിയോ കണ്ടുനോക്കാം. അട്ടി ജനങ്ങൾ പൊറുതി മുട്ടിയെന്നേ, ഇവനെയൊക്കെ കൊണ്ട് ജനങ്ങൾ പൊറുതി മുട്ടിയിരിക്കുക. പൊളിച്ച് അടി കണ്ടല്ലോ അല്ലേ? വട്ടിയൂർക്കാവിൽ നിന്നൊരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച ക്രിമിനലുകളെ സന്ദർശിച്ച് ഇരവാദം ഇറക്കാൻ പോയ രായി മുതലാളിക്ക് നാട്ടുകാരുടെ പഞ്ഞിക്കിടൽ ഭയന്ന് ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥ. വെറുതെ പറഞ്ഞതല്ല, ദേ ആ ദൃശ്യം അങ്ങോട്ട് നോക്കി. അതാണ് നല്ലൊരു അല്ല വന്ന് ഒളിച്ചു കണ്ടിട്ട് ഒളിച്ചു പോകാനല്ല ചെയ്യാനുള്ളത്. ഞങ്ങൾ കല്യാണം വരെ പറഞ്ഞു അത് കേൾക്കൂല. കള്ളന്മാരെ ഭാഗത്ത് നിൽക്കും. ഒരുമിച്ച് ജീവിക്കാൻ താമസിക്കില്ലെന്ന് പറഞ്ഞതാ. തൂങ്ങി മരിക്കാൻ വരെ ഞങ്ങൾ കണ്ടല്ലോ, കാറി കയറി പാഞ്ഞു കളഞ്ഞു. നാട്ടുകാരെല്ലാരും കൂടി വന്ന് അവിടെ പ്രശ്നമുണ്ടാക്കിയ ക്രിമിനൽ ബിനുവിന്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് തട്ടിവിട്ടതാണ്. ഇടതുപക്ഷത്തെ 4-ാം തീയതിക്ക് ശേഷം അദ്ദേഹം പക വീട്ടും പോലീസുകാർക്ക് താക്കീതൊക്കെ കൊടുത്തിട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയമായിട്ട് നാട്ടുകാർക്ക് മേൽ അതിക്രമം അഴിച്ചുവിട്ട ക്രിമിനലിന്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പച്ച നുണ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടുകാരെ അത് ചൊടിപ്പിക്കുമോ ഇല്ലയോ? അവർ സ്വാഭാവികമായി അവിടെ സംഘടിച്ചു തുടങ്ങിയപ്പോൾ രായി മുതലാളിക്ക് അപകടം പണത്തു. അങ്ങനെയാണ് ക്രിമിനൽ ബിനുവിന്റെ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. അദ്ദേഹത്തെ പോയി സന്ദർശിക്കുകയാണ്. കണ്ണിലൊക്കെ പ്ലാസ്റ്റർ ഒട്ടിച്ച് അഭിനയം തുടരുകയാണ്. കേവലം ഒരു അതിർത്തി പ്രശ്നത്തിൽ പാവപ്പെട്ട സുനിൽ എന്ന ചെറുപ്പക്കാരനെ
സംഘപരിവാറുകാരെ കൊണ്ടുപോയി മർദ്ദിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയെ നഗ്നത പ്രദർശിപ്പിച്ചു എന്ന വ്യാജ പരാതിയും കൊടുത്ത് ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചതാണ്. നാട്ടുകാർ ആ വിഷയത്തിൽ സംഘടിച്ചു. അപ്പോ സംഘി ക്രിമിനലുകളെ വിളിച്ചു കൊണ്ടുവന്ന് നാട്ടുകാരെയും ഒപ്പം തന്നെ പോലീസ് സ്റ്റേഷനും ആക്രമിച്ച പ്രതിയെ നേരിട്ട് കണ്ട് അദ്ദേഹം സമാധാനിപ്പിക്കാൻ പോവുകയാണ്. ഇനിയും ഇതുപോലുള്ള ക്രിമിനൽ പ്രവർത്തനം പാർട്ടിക്ക് വേണ്ടി ചെയ്യണം. ഗുണ്ടാപ്പണിയിലെ ബിനുവിന്റെ പ്രവർത്തനത്തെ അഭിനന്ദിക്കാൻ പോയതാണ്. സ്വാഭാവികമായിട്ടും നാട്ടുകാർക്ക് പ്രകോപനമുണ്ടാവും. കാര്യം അമ്മാതിരി തോന്നിവാസമാണ് അവിടെ കാട്ടിവെച്ചിരിക്കുന്നത്. എന്നിട്ട് അയാളുടെ വീട്ടിൽ വന്നതിന് ശേഷം തെറ്റ് ചെയ്യാത്തവരുടെ തോളിലേക്ക് വീണ്ടും പച്ച നുണ രായി മുതലാളി പറഞ്ഞ നാട്ടുകാർ കേട്ടോണ്ട് നിൽക്കില്ല. രായി മുതലാളിക്ക് ക്യാമറകൾക്ക് മുന്നിൽ ഡയലോഗ് അടിക്കാൻ കഴിവുണ്ട്. അതിനപ്പുറത്തേക്ക് നാട്ടുകാർ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് എന്നത് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട്. ഒരു കാര്യമുണ്ട്, മലമുകളിലെ നാട്ടുകാർ ഒന്നടങ്കം ഇപ്പോഴും ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവരെ രോഷം കൊള്ളിച്ചതെന്ന് ഓരോരുത്തർക്കും ചിന്തിക്കാവുന്നതാണ്. സംഘപരിവാർ ക്രിമിനലുകൾ പ്രത്യേക നാട്ടുരാജ്യമാക്കാനുള്ള പരിശ്രമം നടത്തുമ്പോൾ അതിൽ നാട്ടുകാർ വലിയ അസംതൃപ്തരാണ് എന്നതിന്റെ തെളിവാണ്. ഏകപക്ഷീയമായി ക്രിമിനലുകളെ ഇറക്കി അവരെ ആക്രമിച്ച ശേഷം ആ വീടുകളിൽ വന്നിട്ട് അവരെ മുൻനിർത്തി ഇരവാദം ഇറക്കാൻ വന്ന രായി മുതലാളി കുറച്ച് സമയം കൂടി അവിടെ നിന്നെങ്കിൽ ചിലപ്പോൾ ആ തടി കേടായനെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് നല്ലൊരു അല്ല വന്ന് ഒളിച്ചു കണ്ടിട്ട് ഒളിച്ചു പോകാനല്ല ചെയ്യാനുള്ളത്. ഞങ്ങൾ കല്യാണം മുടക്കുമെന്ന് വരെ പറഞ്ഞു. അത് കേൾക്കൂല. കള്ളന്മാരെ ഭാഗത്ത് നിൽക്കും. ഒരുമിച്ച് ജീവിക്കാൻ താമസിക്കില്ലെന്ന് പറഞ്ഞതാ. തൂങ്ങി മരിക്കാൻ വരെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവൻ. കേരളത്തിലെ ക്രിമിനൽസ് ആയിട്ടുള്ള ഒരു വലിയൊരു സംഘം ഇപ്പൊ ഈ BJPയുടെ ഭാഗമാണ്. ഈ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടായിരുന്നു അല്ലേ? മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടാണ് ഇവന്മാർ ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ. വട്ടിയൂർക്കാവിൽ ഒരു അതിർത്തി പ്രശ്നവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളൊരു വിഷയമാണ് കേരളത്തിൽ ഈ നമ്മുടെ സംഘിണി ചേച്ചിമാരങ്ങോട്ട് ഉറഞ്ഞു തുള്ളിയതും കൂട്ടത്തിൽ അവർക്കൊക്കെ നേതാവായിട്ട് വന്നതും ഒരു മുൻ പോലീസ് മേധാവിയായിട്ടുള്ള ഒരു മാഡമാണ്. ഇപ്പം ഈ ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പം ഉപമുഖ്യമന്ത്രിയാകാൻ വരെ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഇനി അധികാരം BJP കേരളത്തിൽ പിടിക്കുമെന്നാണല്ലോ നമ്മുടെ ഉള്ളിസരയും അതുപോലെ ചില വേട്ടാവളിയന്മാരൊക്കെ വന്ന് പറയുന്നത്. അക്കണക്കിനാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രാജീവ് മുഖ്യമന്ത്രിയും ലെവല് ആഭ്യന്തരമായിരിക്കും. അങ്ങനാണെങ്കിൽ ഈ സുനിലിനെ പോലുള്ളവനെ തല്ലിയവരെയൊക്കെ തൂക്കിയെടുത്തും അവരകത്താക്കുമെന്ന് ലെവന് വാക്ക് കൊടുത്തിട്ട് തിരിച്ചിറങ്ങി വരുന്ന വഴിക്കാണ് വട്ടിയൂർക്കാവിലെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ ഒന്നടങ്കം ശക്തമായ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വരുന്ന ആ ഒരു ദൃശ്യം നിങ്ങളെല്ലാവരും ഇപ്പോൾ കണ്ടത്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിൽ തന്നെ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള ക്രിമിനൽ സംഘങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പൊളിറ്റിക്കൽ വേസ്റ്റ് പാർട്ടിയാണ് കേരളത്തിലെ BJP എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ നൽകുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.